ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സിപിഎമ്മും കോൺഗ്രസും. പ്രതികളുടെ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം ആയുധമാക്കി സിപിഎം. കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനയും സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനെന്ന് വ്യക്തമായ മറുപടി നൽകാതെ അടൂർ പ്രകാശ്. കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ച മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം AI ആണെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ എന്നിവർ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രമുയർത്തിയായിരുന്നു കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം. UDF കൺവീനർ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി MP എന്നിവർ AICC ആസ്ഥാനത്തേക്ക് ഇരുവരെയും എത്തിച്ചത് എന്തിനെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ശബരിമല സ്വർണ്ണക്കടത്തിൽ പ്രതിരോധത്തിലായ CPM ആരോപണമുന കോൺഗ്രസിലേക്ക് തിരിക്കാൻ പുതിയ ആയുധം കണ്ടെത്തുകയാണ്. എന്നാൽ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സോണിയാഗാന്ധിയെ കണ്ടു എന്നതിന് അടൂർ പ്രകാശ് വ്യക്തമായ മറുപടി നൽകിയില്ല. സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാട്ടുകള്ളനെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രമാണ് കോൺഗ്രസ് ആയുധമാക്കുന്നത്. എന്നാൽ അത് AI ചിത്രമാണെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. CM കൂടിക്കാഴ്ച നടത്തിയില്ല. അത് AI സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ്. അത് പുറത്തു വരുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല സ്വർണ്ണക്കൊള്ള UDF ആയുധമാക്കുമെന്നത് തടയുകയാണ് പുതിയ നീക്കത്തിലൂടെ CPM ലക്ഷ്യമിടുന്നത്. അറസ്റ്റിലായ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെ CPM പുറത്താക്കാത്തത് എന്തെന്ന ചോദ്യം ആവർത്തിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന ന്യായീകരണമായിരുന്നു CPM ഇതുവരെ നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി സർക്കാരും CPMും ആയുധമാക്കുമ്പോൾ വരും ദിവസങ്ങളിലും ശബരിമല വിഷയം കൂടുതൽ കടുത്ത ചർച്ചകൾക്കാകും വഴിവെക്കുക. മീഡിയ 1 തിരുവനന്തപുരം.